സുഹൃത്തുക്കളെ, ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പിയായിട്ട് വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ സ്വന്തം ഉണ്ണിയപ്പം, കാരയപ്പം എന്ന് ഞങ്ങളുടെ ഭാഗത്ത് പറയും. ഉണ്ണിയപ്പമാണ്, ഗോതമ്പ് പൊടി വെച്ചുള്ള ഉണ്ണിയപ്പമാണ്. ഭയങ്കര സോഫ്റ്റാണ്. ഇതുണ്ടോ, ഭയങ്കര സോഫ്റ്റാണ്. വാലിട്ടാൽ അലുത്ത് പോകുന്ന ടൈപ്പ് ഓഫ് ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്കൊന്ന് കാണാം. നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. കാരണം ഭയങ്കര ടേസ്റ്റുമാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാമെന്നുള്ളത്. നമ്മുടെ പിള്ളേർക്കൊക്കെ വളരെ വേഗം എളുപ്പത്തിൽ 4 മണി പലഹാരമായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. കുറച്ച് സമയം എടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഉണ്ണിയപ്പത്തിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടി വേണം. ഇത് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 കപ്പ് ഗോതമ്പ് പൊടി. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 3/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നല്ല പഴുത്ത പഴം. നമുക്ക് നല്ലോണം പഴുത്ത പഴമാണ്. ഇവിടെ കിട്ടും, നമ്മുടെ നാട്ടിലെ പഴമല്ല, വേറൊരു ടൈപ്പ് പഴമാണ്. നല്ല ഭയങ്കരമായിട്ട് പഴുത്ത പഴമാണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പഴമൊക്കെ ഒത്തിരി പഴുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വേഗം ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത പഴം 2 എണ്ണമാണ് ഞാൻ ചേർക്കുന്നത്. ഒരുവിധം വലിപ്പമുള്ള പഴമാണ്. പഴം കൂടുതൽ ചേർത്താൽ നല്ല സോഫ്റ്റ്നെസ് കിട്ടും. ഓക്കെ, അപ്പോൾ പഴുത്ത പഴം. പിന്നെ വേണ്ടത് വെല്ലം. ഞാൻ ഉരുക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ വെല്ലം ഉരുക്കി, ഇതൊരു 300 ഗ്രാം വെല്ലം എടുത്ത് ഉരുക്കിയതാണ്. വെല്ലമല്ല, ശർക്കര എടുത്ത് ഉരുക്കി വെച്ചിരിക്കുവാണ്. നേരത്തെ ഞാൻ ഉരുക്കി തണുപ്പിച്ച് വെച്ചിരിക്കുവാണ്. ഇത് ആവശ്യത്തിന് ചേർക്കാം, മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ ലൂസ്, എത്ര ലൂസ് വേണമെന്നുള്ളത്. ഓക്കെ, നല്ലോണം നമ്മൾ കുഴയ്ക്കുമ്പോൾ നല്ലോണം ലൂസായിട്ടിരിക്കണമല്ലോ. അപ്പോൾ അതിനാവശ്യത്തിന് വേണ്ടിയിട്ടാണിത്. അപ്പം അത് വെല്ലം എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇതൊരു സോഡാപ്പൊടിയാണ്. സോഡാപ്പൊടി അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ എന്നൊക്കെ പറയും, അപ്പക്കാരെന്നൊക്കെ പറയും. ഇത് ഒരു നുള്ള് വേണമെങ്കിൽ ചേർക്കാം. ഓക്കെ, വേഗം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒരു നുള്ള് അപ്പക്കാരൻ ചേർത്താൽ വേഗം കുറച്ചുകൂടെ സോഫ്റ്റായി കിട്ടും. ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ വളരെ സോഫ്റ്റാട്ടോ. അപ്പം ഒരു ഇച്ചിരി തുള്ളി ചേർത്താൽ നല്ലതാണ്. പിന്നെ കുറച്ച് നെയ്യും എടുത്തിട്ടുണ്ട് ഞാൻ, ഏലക്കായും ജീരകവും ഇത് പൊടിച്ച് ചേർക്കാൻ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഏലക്കായും ജീരകവും കൂടെ ഒരു കല്ലിനകത്തിട്ട് നല്ലോണം പൊടിച്ചെടുക്കട്ടെ കേട്ടോ. അതിന് നമുക്ക് ഒരു കല്ലെടുത്തിട്ട് ഇതിനകത്തോട്ടേക്ക് ഒരു കുറച്ച് മതി കേട്ടോ. ഒരു ഇത്രയും ജീരകം, ഒരു 1/4 ടീസ്പൂൺ ജീരകവും 5-6 അല്ലി ഏലക്കായും. ഓക്കെ, ഏലക്കയുടെ 5 പോടായോ, 5-6 അത്രയും മതി. ആ ഏലക്കയുടെ നമ്മൾ ചതയ്ക്കുമ്പോൾ ആ അതിൻ്റെ തോടൊക്കെ ഞാൻ എടുത്ത് കളയും. അത് നല്ലോണം ഞാൻ ചതച്ച് വെക്കട്ടെ കേട്ടോ. നല്ലോണം ചതച്ച് തരിപ്പില്ലാതെ പൊടിച്ചെടുക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് മിക്സിക്കകത്തിട്ട് പൊടിക്കാം. മിക്സിക്കകത്തിട്ട് പൊടിക്കുമ്പോൾ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് എന്ത് ചെയ്യണം, കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുക. അപ്പം നല്ലോണം പൊടിഞ്ഞ് കിട്ടും. പഞ്ചസാരയും പൊടിഞ്ഞ് കിട്ടും, ഇത് നല്ലോണം അതിൻ്റെ കൂടെ തന്നെ പൊടിഞ്ഞ് കിട്ടും. ഇപ്പം ഞാനത് ചെയ്യുന്നില്ല, ഞാൻ കൊണ്ട് പൊടിക്കുന്നത് കേട്ടോ. ഞാൻ പൊടിച്ചിട്ട് വരട്ടെ കേട്ടോ. ഇത് കണ്ടോ, നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് മിക്സിക്കകത്തോട്ട് കേട്ടോ. നമ്മുടെ കുഴച്ച് വെക്കാൻ പോകുന്നത് നമ്മൾ മിക്സിക്കകത്താണ് ഇത് കുഴച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഭയങ്കര എളുപ്പമായത്. അപ്പം നമ്മൾ പക്ഷേ ഓർത്തോണം, ഇത് നേരെ ഇട്ട് മിക്സിക്കകത്തിട്ട് കുഴയ്ക്കുന്ന പൊടിയുടെ കൂടി ഇടരുത്, അടിഞ്ഞു വരത്തില്ല. ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്, അടിഞ്ഞു വരത്തില്ല. അതിന് മുമ്പ് നിങ്ങൾ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇനി മിക്സിയുടെ ജാറിനകത്തോട്ട് പഴം നമുക്ക് പൊളിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ 2 പഴം ഉപയോഗിക്കുക കേട്ടോ. നല്ലോണം പഴുത്തതാണ്. ഇച്ചിരി അഴുക്കൊക്കെ ഉണ്ട്. അതൊക്കെ നല്ലോണം, ഇത് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അഴുക്കല്ല, അത് നല്ലോണം പഴുത്തതിൻ്റെ ആ ബ്ലാക്ക് കളർ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നല്ലോണം ആദ്യം ഒന്ന് അരയ്ക്കാം. പഴം അടിച്ചെടുത്തു. അതിനകത്തോട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ അടിക്കുവാണ്. ആ സമയത്ത് നിങ്ങൾ അടിക്കുന്ന സമയത്ത് കട്ടയായിട്ട് വരുവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കണം. ഞങ്ങളുടെ ഭാഗത്തൊക്കെ വെള്ളം എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് എന്തുവാന്ന് അറിയത്തില്ല. ഞാൻ രണ്ടും പറയും, ശർക്കരയെന്നും പറയും, വെല്ലമെന്നും പറയും. ഞങ്ങൾ കൂടുതലും വെള്ളം എന്നാണ് പറയുന്നത്. ശർക്കര ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ റവയും പഴവും കൂടെ അടിച്ചെടുത്തു. ഇനി ഞാൻ കുറച്ച് വെല്ലത്തിൻ്റെ ശർക്കരയുടെ പാനി ഒഴിച്ചില്ല കേട്ടോ. അപ്പം ഇച്ചിരി പാനി അരിച്ചൊഴിക്കണം കേട്ടോ. ചിലപ്പം കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതങ്ങ് അതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അരിച്ചൊഴിച്ചിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഒഴിക്കുക. ഇപ്പോൾ ഞാനിനിയിപ്പം ഗോതമ്പ് പൊടിയും കൂടെ ചേർക്കാൻ പോവുകയാണ്. ഫുള്ള് ഗോതമ്പ് പൊടി ഒരുമിച്ചിട്ട് ചേർക്കരുത്, കുറച്ചിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട് കേട്ടോ. ഇതൊന്ന് കറക്കിയെടുക്കട്ടെ കേട്ടോ. ഇച്ചിരി വെള്ളം വേണം. അപ്പം ഞാൻ കുറച്ചുകൂടി വെള്ളമല്ല, ശർക്കരയുടെ പാനി ഒഴിക്കുന്നുണ്ട്. കുറച്ചുകൂടെ പാനി മുഴുവൻ ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇത് ഒന്നുകൂടെ എന്നിട്ട് നമുക്ക്
അടിച്ചു കൊടുക്കാം. ഞാൻ ഫുള്ള് ഗോതമ്പ് പൊടി ഇട്ടിട്ടില്ല. ചിലപ്പോൾ നമ്മൾ രണ്ടായിട്ടായിരിക്കും ഗോതമ്പ് പൊടി ഇട്ട് ഇളക്കുന്നത്. കാരണം ചിലപ്പോൾ മിക്സിക്കകത്ത് ജാറിനകത്ത് ഇത്രയും തികയത്തില്ലല്ലോ. 1 കപ്പ് എടുക്കുവാണെങ്കിൽ കറക്റ്റ് നിൽക്കും. ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇതും കൂടെ ഒന്ന് അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. കുറച്ചുകൂടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. മിക്സി നിറഞ്ഞു പോരുതല്ലോ. അപ്പോൾ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഇച്ചിരി ബാക്കിയുണ്ട്. അത് ഞാൻ രണ്ടാമത് വെല്ലത്തിൻ്റെ ഈ ശർക്കര പാനിയും അതും കൂടി ഇട്ട് അടിച്ചെടുക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർക്കാം. ഓക്കെ, നെയ്യ് ഒരു 1/4 ടേബിൾ സ്പൂൺ ഓക്കെ, 1/4 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇതിനകത്ത് ചേർക്കുന്നത്. ചിലർ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ പാനിനകത്ത് കുറച്ച് നെയ്യും വെണ്ണയും കൂടെ ഒഴിക്കും. ഞാനത് ഒഴിക്കാറില്ല. അപ്പോൾ ഞാനിത് ചേർക്കുന്ന കൂട്ടത്തിൽ ഒരു 1/4 ടേബിൾ സ്പൂൺ കുറച്ചുകൂടെ ഇട്ടാലും കുഴപ്പമില്ല. നെയ്യൊക്കെ അടിപൊളിയാണ്, ടേസ്റ്റ് അല്ലേ. ടേസ്റ്റ് അങ്ങ് പൊങ്ങിക്കൊണ്ട് വരും, നല്ലോണം അടിപൊളിയായിട്ടുണ്ടാവും. ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പം ഇടാറില്ല, ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നുണ്ട് ഇട്ടത് കേട്ടോ. പിന്നെ ഇത് കൂടുതലും കഴിക്കുന്നത് എൻ്റെ ചെറുക്കനാണ് കഴിക്കുന്നത്. ഞങ്ങളങ്ങനെ കഴിക്കത്തില്ല. കഴിക്കും എന്ന് വെച്ചാൽ എപ്പോഴും കഴിക്കത്തില്ല. അവന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് വലിയ ഇഷ്ടം. അതുകൊണ്ട് ഞാനിത് ഉണ്ടാക്കി വെക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇതും കൂടെ വെച്ച് നമുക്ക് അടിക്കാം. അപ്പോൾ ഞാൻ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയില്ലേ, ഏതാണ്ട് ഈ മസാല, അതും കൂടെ ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചതാണ്, അതും കൂടി അങ്ങ് ചേർക്കുകയാണ്. കാരണം ഇത് ഇതും കൂടെ അങ്ങോട്ട് കിടന്ന് മിക്സ് ആയിക്കോട്ടെ. വേണമെങ്കിൽ ഞാനിപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് ഇതാണ്ട് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ടില്ലേലും കുഴപ്പമില്ല കേട്ടോ. കാരണം തന്നെ അത് നല്ല സോഫ്റ്റായത്. ബേക്കിംഗ് സോഡ ഇട്ടില്ലും കുഴപ്പമില്ല. ഇതില്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് വിചാരിക്കരുത്. ബേക്കിംഗ് സോഡ ഇടേണ്ട കാര്യമില്ല. ബേക്കിംഗ് സോഡ ഇട്ടാൽ നമുക്ക് വേഗം എളുപ്പം ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് വയ്ക്കുക. പക്ഷേ ഗോതമ്പിൻ്റെ ഉണ്ടാക്കുവാണെങ്കിൽ ഒത്തിരി സമയം വെക്കേണ്ട കാര്യമില്ല. എല്ലാത്തിനും ഇത് സോഫ്റ്റായിട്ട് കിട്ടും. പഴമൊക്കെ ഇട്ട് അടിച്ച് കഴിയുമ്പോൾ സോഫ്റ്റായിട്ട് കിട്ടും. ഇത് ഞാനൊരു 10 പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ടിത് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയതിനകത്ത് കുറച്ച് നാളിരിക്കുമ്പോൾ തന്നെ അത് കുറച്ചുകൂടെ സോഫ്റ്റ്നെസ് മാറിയിട്ട് ഇച്ചിരി ഹാർഡായിട്ട് വരിക. അപ്പോൾ എനിക്ക് ഈ നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണ് കുറച്ചുകൂടെ എനിക്കിഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഞാനിതിപ്പം ഇതിനകത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇത് ഞാൻ നല്ലോണം മിക്സിയിൽ കറക്കിയെടുക്കട്ടെ കേട്ടോ. ഇത് ഞാൻ നല്ലോണം മിക്സ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. മിക്സിയിലാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു ഉണങ്ങിയ പാത്രത്തിൽ, വെള്ളമയം കാണാത്ത പാത്രത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വേണ്ടേ, ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി കേട്ടോ. നമ്മൾ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുമ്പം ഉള്ള സെയിം കൺസിസ്റ്റൻസിയാണ്. ഇത് കണ്ടോ, ഇതുപോലെ ഒഴുകുന്ന രീതിയിലായിരിക്കണം. കട്ടി കൂടിയാലും നമുക്ക് പാടാണ് ഉണ്ണിയപ്പത്തിലോട്ട് ഒഴിച്ച് എടുക്കാനായിട്ട്. ഇത് ഉണ്ണിയപ്പത്തിന് എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞ് ഇതല്ലേ, അപ്പോൾ കിഴുത്തിയല്ലേ. അപ്പോൾ അതിനകത്തോട്ട് കൃത്യമായിട്ടുണ്ടെങ്കിൽ വേഗം ഒഴിച്ച് കഴിയുമ്പോൾ നമുക്കതാവും. ഇതിപ്പോൾ കറക്റ്റ് പരുവമാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ബാക്കിയുള്ള ഗോതമ്പ് പൊടിയും ആ വെല്ലത്തിൻ്റെ ഇതും കൂടെ ഒഴിച്ചിട്ട് ഞാൻ അതും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടെ. എനിക്ക് ഇച്ചിരി കുറച്ച് 2-3 ദിവസത്തേക്കെങ്കിലും ഇരിക്കണം. അതുകൊണ്ടാണ് 3 ദിവസമല്ല, ഇത് കുറച്ചാൾ ഇരിക്കും കേട്ടോ. ഞാൻ ഒരു 1.5 ആഴ്ച വരെ ഇത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ പോലും വെക്കാതെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. നിങ്ങൾക്ക് ചൂടാക്കണം വേണം, ഒന്ന് മൈക്രോവേവ് വെച്ച് ചൂടാക്കാം. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. അല്ലാതെ 1.5 ആഴ്ച വരെ ഇത് പുറത്തിരിക്കും കേട്ടോ. അപ്പം ഞാൻ ബാക്കിയും കൂടെ ഉള്ളൊന്ന് ഉണ്ടാക്കട്ടെ കേട്ടോ. ബാക്കിയും കൂടെ ഞാൻ ചുമ്മാ അത് മിക്സിക്കകത്ത് ഇട്ടിട്ട് ബാക്കി നമുക്ക് കൈ കൊണ്ടൊന്ന് കറക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ട് തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ മറ്റേ പൊടിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ കലക്കിയതാണ് കേട്ടോ. നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. അതുകൊണ്ടോ, ഇപ്പോൾ കണ്ടോ, ഇത് കോരി ഒഴിക്കാനായിട്ട് പരുവത്തിനാണ്. ഇതെങ്ങനെ നമുക്ക് ഗ്ലാസ്സിൽ വെച്ച് ഞാനിനിപ്പോൾ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസ്സിൽ വെച്ചുണ്ടാക്കാം. ചെറിയൊരു ഗ്ലാസ്, സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് കോരി വയ്ക്കാം. പക്ഷേ ഇത് കുറച്ച് നേരം സെറ്റാവട്ടെ. നമുക്കൊരു ഇരിക്കുന്തോറും നല്ല സോഫ്റ്റ്നെസ് വരും കേട്ടോ. ഇതൊരു 2 മണിക്കൂർ, ഒരു 3 മണിക്കൂർ വെക്കുവാണെങ്കിൽ മതി. അല്ല, നിങ്ങൾക്ക് അരമണിക്കൂർ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ സോഡാപ്പൊടി ഇട്ടത്. അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇച്ചിരി സോഡാപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം നിങ്ങൾ സെറ്റായി കിട്ടും. അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ പഴമുള്ളതല്ലേ, അപ്പം സെറ്റാവും. നമുക്കിതിപ്പോൾ സെറ്റാക്കാൻ വെക്കാം. ഈ സമയത്ത് വേണം നിങ്ങൾ ഇതിനകത്ത് ചേർക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എള്ളില്ലേ, കറുത്ത എള്ള് ചേർക്കാറുണ്ട്. അത് ചില ആൾക്കാർ തേങ്ങാക്കൊത്ത് വളരെ നൈസായിട്ട് കുഞ്ഞു പീസായിട്ട് അരിഞ്ഞിട്ട് അത് നെയ്ക്കകത്ത് വറുത്ത് ചേർക്കാറുണ്ട്. ഞാൻ ഇതൊന്നും ചേർത്തിട്ടില്ല. കാരണം എനിക്ക് ഉള്ളൊരു കൊച്ച് ഇതൊന്നും കഴിക്കത്തില്ല. അപ്പം പിന്നെ നിർബന്ധിച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇത് കഴിച്ചില്ല, പിന്നെ ഞങ്ങൾ തന്നെ തിന്നണം, പിന്നെ നമ്മൾ തന്നെ കഷ്ടപ്പെടണം. അതിനേക്കാൾ നല്ലത് അവനെന്തോ ഇഷ്ടമുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിള്ളേരുടെ ഇഷ്ടം കൂടെ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത്. അതിനകത്ത് എള്ളും ചേർക്കുന്നില്ല, ചെറിയ തേങ്ങാക്കൊത്തും ചേർക്കുന്നില്ല. അപ്പം അവനിഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടാണ്. അല്ലെ നിങ്ങൾ ചേർക്കണം കേട്ടോ. ചേർത്താൽ ഭയങ്കര ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റ്, സംഭവം അടിപൊളിയാണെന്നേ. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കട്ടെ, സെറ്റായിട്ടൊരു 1-2 മണിക്കൂർ കഴിയട്ടെ. എന്നിട്ട് ഞാൻ ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. എങ്ങനെയാണ് ഇതുണ്ടാക്കി ഉണ്ണിയപ്പം എങ്ങനെ വരുമെന്നും കൂടെ നമുക്കറിയണ്ടേ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് നോക്കാം, കുറച്ച് നേരം സമയം എടുക്കട്ടെ കേട്ടോ. അപ്പം കുറച്ച് കഴിയുമ്പോൾ ഞാനിത് എണ്ണ ചൂടാക്കിയിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം.
അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊരിപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 1.5 മണിക്കൂറായി കാണും കേട്ടോ. 1.5 മണിക്കൂറോളമായി ഞാനിത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കുക. ഒക്കെ എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട് ഇത് കഴിഞ്ഞിട്ട്, അതുകൊണ്ട് ഞാനൊത്ത് അങ്ങ് ഉണ്ടാക്കി വെച്ചേക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് എൻ്റെ എമർജൻസി പരിപാടിക്ക് എനിക്ക് എല്ലാം കൂടെ ഒത്തു പോകണമല്ലോ നമ്മൾ, അതുകൊണ്ട് വേഗം 2 പാത്രമായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് ഇപ്രാവശ്യം പുതിയത് വാങ്ങിച്ചതാണ്. അത് ഓൾറെഡി ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇൻഡാലിയത്തിൻ്റെ ആണ്, നോൺ സ്റ്റിക്ക് അല്ല, ഇത് നോൺ സ്റ്റിക്ക്. അപ്പോൾ 2 കൂടെ എളുപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കാരണം എനിക്ക് വേറെ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യണം. നമ്മൾ ജോലിക്കാരൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ നിൽക്കുകയാണ് കുറേ സമയം എടുക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ എൻ്റെ കുടുക്കുഴികളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സമയം കഴിഞ്ഞ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് എണ്ണ ഒഴിച്ച് കാണിച്ചു തരാം കേട്ടോ. മുഴുവൻ നിറഞ്ഞ എണ്ണ ഒഴിക്കണ്ട. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒഴിച്ച് കഴിയുമ്പോൾ ഇത് എണ്ണ ചിലപ്പം തുളുമ്പിപ്പോവും. അപ്പോൾ ഒരു കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഇതുണ്ട്, ഒരു അര പാത്രം എണ്ണ ഒഴിച്ചാൽ മതി. ഈ സമയത്ത് ചിലർ നെയ്യും കൂടെ ചേർക്കാറുണ്ട്. നമ്മൾ ഓൾറെഡി നെയ്യ് ചേർത്തത് കൊണ്ട് ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഓൾറെഡി നെയ്യ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ എണ്ണ ഒഴിച്ചു. ഈ എണ്ണ നല്ലോണം ചൂടാകണം. എണ്ണ ചൂടാവട്ടെ കേട്ടോ. ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ വേറൊരു ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പാത്രം നമുക്ക് ഉള്ളൂന്ന് ഓർത്തോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ വേറൊരു അടുപ്പിൽ നമ്മൾ വേറൊരു ചീഞ്ചട്ടിക്കകത്ത്, സാധാരണ നമ്മുടെ ചീഞ്ചട്ടിക്കകത്ത് കുറച്ച് എണ്ണ ഇട്ടങ്ങ് ചൂടാക്കിയിടണം. അപ്പോൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഷേപ്പ് ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമ്മളിത് കോരിയെടുത്ത് ആ എണ്ണയ്ക്കകത്തോട്ട് ഇടുക. അപ്പോൾ അതിനകത്ത് കിടന്നങ്ങ് മൊരിഞ്ഞോളും. അങ്ങനത്തെ ട്രിക്കും ഉണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യാം. ഞാൻ ഈ ട്രിക്കുകളെല്ലാം പരീക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ 2 പാത്രത്തിൽ എനിക്ക് ഇങ്ങനെ സൗകര്യമായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ 2 പാത്രത്തിൽ വെക്കുന്നതേ ഉള്ളൂ. അങ്ങനെയും വേണം ചെയ്യാം. വേറൊരു പാത്രത്തിനകത്ത് ചൂടാക്കിയെടുക്കുക കേട്ടോ. അപ്പം ഇത് ചൂടാവട്ടെ. എണ്ണ ചൂടാക്കിയിട്ട് നമുക്കെങ്ങനെ ഒഴിക്കുന്നതെന്ന് കാണാം. ഇതിപ്പോൾ എണ്ണ ചൂടായെന്ന് തോന്നുന്നു. ഞാനൊരു ഗ്ലാസ്സിനകത്താണ് പകർന്നിരിക്കുന്നത്. അപ്പോൾ എളുപ്പമുണ്ട് ഒഴിക്കാനായിട്ട്. ഇതിങ്ങനെ എല്ലായിടത്തും പറ്റി പിടിക്കും. അപ്പം ഗ്ലാസ്സിനകത്താണെങ്കിൽ നമുക്ക് കുറച്ച് ഒഴിച്ചെടുക്കാം. ഒന്ന് ഒഴിച്ച് നോക്കട്ടെ ചൂടായെന്ന് കേട്ടോ. ചൂടായി വരുന്നു. 3/4 അല്ലെങ്കിൽ 1/2 തൊട്ട് 3/4 ആകാവുള്ളൂ. നിറച്ചൊഴിക്കരുത്, കാരണം ഇത് ഇച്ചിരി ഒന്ന് പൊലിച്ച് വരും. കണ്ടോ, ഗ്ലാസ്സിനകത്ത് ഒഴിക്കുമ്പോൾ നമുക്കത്ര ഇത് ഞാൻ പല രീതിയിൽ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. എനിക്ക് തവിയിൽ ഒഴിക്കുമ്പോൾ അത് പല സ്ഥലത്തൂടെയൊക്കെ ഒഴുകി പോകുന്നതായിട്ട് തോന്നും. അപ്പം 3/4 തൊട്ട് 1/2 തൊട്ട് 3/4 വരെ ഇങ്ങനെ ഒഴിക്കുക. കണ്ടോ, അത് പൊങ്ങി വരുന്നത് കണ്ടോ. ഇപ്പോൾ നല്ലോണം പൊങ്ങി ഞാൻ അതുകൊണ്ട് പറഞ്ഞ് 1/2 തൊട്ട് 3/4 വരെ ഒഴിക്കാവുള്ളൂ. 3/4 മുഴുവൻ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല കുടന്നെ ഭയങ്കര വലുതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഒഴിക്കുക കേട്ടോ. ഇതിപ്പോൾ നമുക്കൊന്ന് ഒരു സൈഡ് മറിച്ചിടാം. ചിലപ്പോൾ ഷേപ്പൊക്കെ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഉണ്ണിയപ്പമല്ലേ. കണ്ടോ, നല്ല അടിപൊളി മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇനി മറിച്ചിട്ട് കൊടുക്കാം. തീ കൂടുതലായിട്ട് ഒത്തിരി തീയിൽ വെക്കരുത്, അപ്പോൾ വേഗം നമുക്ക് കരിഞ്ഞു പോകും. ഉൾഭാഗം കൂടെ വേവണമല്ലോ. അപ്പോൾ ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നമ്മൾ ഇതുണ്ടാക്കിയെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ മറിച്ചിടട്ടെ. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് സ്പൂണോ തവിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് മറിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മറിച്ചിട്ടു. ഇത് കുറച്ചുകൂടെ മൂക്കട്ടെ കേട്ടോ. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനിപ്പം വാരിയെടുക്കാം. കോരി ഇങ്ങനെ എണ്ണ വാർന്ന് പോകുന്ന രീതിയിലുള്ള കോരിയെടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞതിൽ ഒത്തിരി എണ്ണ ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിതിന് ഒത്തിരി വക്കില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒത്തിരി നിറച്ചങ്ങ് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒഴിക്കുമ്പം ആ എണ്ണയെല്ലാം കൂടെ പോകും. അതുപോലെ മറിച്ചിടുമ്പോഴൊക്കെ അങ്ങ് ഇത് പുറത്തോട്ട് ഒഴുകിപ്പോവും. അടുപ്പൊക്കെ അങ്ങ് ഒത്തിരി അങ്ങ് കുളമാവും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ് കുറച്ച് ഇതാക്കാനായിട്ട് പറഞ്ഞത്. കണ്ടേ, നമ്മുടെ ഉണ്ണിയപ്പം ഇതായി. ഇനിയിപ്പോൾ അടുത്ത ഒരു ലോട്ടും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചെണ്ണ, ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഇച്ചിരി എണ്ണയാണെങ്കിലും മതി കേട്ടോ. ഒത്തിരി എണ്ണയൊന്നും വേണ്ട. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി എണ്ണ വേണ്ട, ഒരിച്ചിരി എണ്ണ മതി കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ. ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയെല്ലാം എടുത്തിട്ട് കാണിക്കാം. അത് മറ്റേത് ചൂടാറി കഴിയുമ്പോൾ ഇത്ര സോഫ്റ്റ് ആണെന്ന് ഞാൻ നമുക്ക് കാണിച്ചു തരാം. ഇതെൻ്റെ ചെറുക്കൻ വന്നിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ പുതിയ ടേസ്റ്റ് ചെയ്യുന്ന ആളാര് എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് നോക്ക്. ഓക്കെ, എടുത്ത് കഴിച്ച് നോക്കി എങ്ങനെ ഉണ്ടെന്ന്. ഓൾറെഡി ഒന്ന് തിന്നിട്ടിരിക്കുക. എങ്കിലും ഒന്നുകൂടെ എടാ വായിലിട്ട് ചവച്ചിട്ട് പറ, അല്ലാതെ ചുമ്മാതെ ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല. എങ്ങനെയുണ്ട്? നല്ലതാണോ? ടേസ്റ്റ് ഉണ്ടോ? അടിപൊളിയാണോ? ഓക്കെ, അപ്പോൾ എല്ലാവരോടും ഉണ്ടാക്കണമെന്ന് പറ. അവൻ്റെ വായിലെല്ലാം ഉണ്ണിയപ്പം കിടന്നിട്ട് പിന്നെ എങ്ങനെ അവൻ കഴിക്കാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ട് നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.